കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഹൈക്കോടതി അറിയിച്ചു. കേസിലെ പ്രതി ദിവ്യ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ തൂങ്ങി മരിച്ചത്. പഴുതില്ലാത്ത അന്വേഷണമാണ് നടന്നത് എന്നും സർക്കാർ ഹൈക്കോടതിയെ സത്യവാങ്മൂലം നൽകി അറിയിച്ചു. നവീൻ ബാബുവിനെ തേജോവധം ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടുകൂടിയാണ് പി ദിവ്യ യോഗത്തിനെത്തിയത്. അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന നവീന്റെ ഭാര്യയുടെ വാദം അവാസ്തവമാണെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് സർക്കാർ വിശദീകരണം. കൊലപാതകമെന്ന കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ആത്മഹത്യയാണെന്നാണ് അറിയിച്ചത്. തൂങ്ങിമരണമാണെന്നും ശരീരത്തിൽ മറ്റ് മുറിപ്പാടുകളില്ലെന്നും മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട്. കൊലപാതകമാണ് എന്നതിന്റെ യാതൊരു സൂചനയും ഫോറൻസിക് സംഘം നൽകിയിട്ടില്ല. യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടയാളുകളെ നേരിൽ കണ്ട് മൊഴിയെടുത്തെന്നും പോലീസ് വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഭിക്കാവുന്ന എല്ലാ CCTV ഫുട്ടേജുകളും ശേഖരിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെയും ജില്ലാ കളക്ടറുടെയും പ്രശാന്തിന്റെയും CDR പരിശോധിച്ചു. ഇൻക്വസ്റ്റ് സമയം ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നെന്ന വാദവും പോലീസ് തള്ളി. നിയമപ്രകാരം അത് നിർബന്ധമല്ല, പിന്നീട് രേഖപ്പെടുത്തിയാൽ മതിയാകും. ലഭിച്ച സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ പരിശോധന ഫലത്തിന്റെയും അടിസ്ഥാനത്തിൽ കൊലപാതകത്തിന്റെ യാതൊരു സൂചനയും നിലവിലില്ലെന്ന് പോലീസ് വിശദീകരിച്ചു. തങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാനില്ലെന്നും ഹർജിക്കാരുടെ ഇത്തരത്തിലുള്ള വാദം ശരിയല്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.